ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് മാക്രോ എക്കണോമിക്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറിയാണ്. ഇതൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട് ചെയ്യാനാട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. ദിസ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെ.എസ്. മിൽ, വാൾറാസ്, മാർഷൽ, പിഗു എക്സെട്ര. ഞാൻ പറഞ്ഞ ഈ കുറച്ച് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ചേർന്നാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. അതായത് സപ്ലൈ ഓഫ് ക്യാപിറ്റലും ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും ആണ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്, പലിശ നിരക്ക് തീരുമാനിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകം എന്താണെന്ന് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ്, ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ സേവിങ്. അതായത് സേവിങ്ങിലാണ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൾക്കാർ കയ്യിൽ പൈസ സേവ് ചെയ്താലേ ആ പൈസ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം സേവിങ്സ് വിൽ ടേക്ക് പ്ലേസ് വെൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ ഈസ് ലെസ് ദാൻ ദെയർ ഇൻകം. അതായത് സേവിങ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അവർക്ക് 1000 രൂപ കിട്ടി, ആ 1000-ൽ കുറവാണ് അവരുടെ കൺസംഷൻ. ഒരു 700 രൂപയാണ് കൺസംഷൻ ആണെങ്കിൽ ബാക്കി 300 രൂപ സേവിങ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നീട് സേവിങ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എസ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ആർ. അതായത് ഇവിടെ സ്മാൾ ലെറ്റർ ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സേവിങ്ങും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സേവിങ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ സേവ് ചെയ്യുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോഴത്തേക്കും ആൾക്കാർ കുറച്ച് സേവ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഇപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് പലിശ നിരക്ക്, അവർ ഒരുപാട് പൈസ കൊണ്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയില്ല, ഒരുപാട് പലിശ കിട്ടുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുക. അടുത്ത നമുക്ക് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ നോക്കാം. ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഈസ് മെയ്ഡ് ടു ഗെറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. അതായത് ഇങ്ങനെയുള്ള മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ മേടിക്കുന്നതിനുള്ള ആൾക്കാരുടെ ഡിമാൻഡിനെയാണ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ മേടിച്ചിട്ട് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം വിത്ത് ദ യൂസ് ഓഫ് ദീസ് ക്യാപിറ്റൽ ഗുഡ്സ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി കൂടുന്നു, ഉൽപ്പാദനക്ഷമത കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഓക്കെ, ഇനി എൻ്റെ ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. ഐ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ആർ. ഇവിടെയും സ്മാൾ ലെറ്റർ ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി നിന്നാൽ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കത്തില്ല, ബാങ്കിൽ കൊണ്ടിടും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അതെന്തുകൊണ്ടാണ്? ബാങ്കിലിട്ടിട്ട് കാര്യമില്ല, അവർ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്കാൻ നോക്കുന്നു. ഈ രീതിയിൽ ചിന്തിക്കുക. ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കാം. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? അതായത് ഇത് രണ്ടും ഈക്വൽ ആവുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് വെയർ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ആർ ഈക്വൽ. അതായത് ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും സപ്ലൈ ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആവുന്ന പോയിന്റ് ഞാൻ ഡയഗ്രത്തിൽ കാണിക്കാം കേട്ടോ. അത് അപ്പം വേറെ രീതി പറഞ്ഞാൽ, ഇൻ അനദർ വേർഡ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് എ പോയിന്റ് വെയർ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഈക്വൽ. സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആകുന്ന പോയിന്റിനെയും അങ്ങനെ ആ ഒരു രീതിയിൽ ഇതിനെ പറയാവുന്നതാണ്. കാര്യം എന്താണ്? ഇപ്പം ആൾക്കാർ ബാങ്കിൽ പൈസ കൊണ്ടിടുന്ന ആ ഒരു രീതിയും ബാങ്കിൽ പൈസ ഇടാതെ സാധനങ്ങൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ക്യാപിറ്റൽ ടൂൾസ് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയും ഈക്വൽ ആവുന്ന പോയിന്റ്, അങ്ങനെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ നോക്കൂ, ഇതാണ് ആ ഡയഗ്രാം. ഇതിൽ വൈ ആക്സിൽ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തേക്കുന്നത്, എക്സ് ആക്സിൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഡിമാൻഡ് ഫോർ ഇൻവെസ്റ്റ് എന്നുള്ള ലൈൻ ശ്രദ്ധിക്കുക. അതായത് അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കുന്നത് ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ. പിന്നെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ആ ഡയഗ്രാം, അതായത് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. കാര്യം ഞാൻ പറഞ്ഞു, അത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് രണ്ടും കൂടെ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അവിടെ നിശ്ചയിക്കപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ ഐ, അതായത് ഐ സ്റ്റാർ ആണ്. അത് നിങ്ങൾ കാണാം. ഇങ്ങനെയാണ് ഡിമാൻഡ് ഫോർ ക്യാപിറ്റലും സപ്ലൈ ഓഫ് ക്യാപിറ്റലൂടെ ചേർന്ന് അത് ആ രണ്ട് കർവുകൾ ഇൻറ്റർസെക്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ വിമർശനങ്ങൾ നോക്കാം, ക്രിറ്റിസിസംസ് നോക്കാം. അതായത് കെയ്ൻസ് തിയറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ക്രിറ്റിസിസം വരുന്നത് കേട്ടോ. അതായത് ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേവിങ്ങും
ഇൻവെസ്റ്റും തമ്മിലുള്ള ഇക്വിലിബ്രിയം. ഓക്കെ, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുള്ള ചേഞ്ചാണ് ഈ ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത്. എന്നാൽ ബട്ട് അക്കോർഡിംഗ് ടു കെയ്ൻസ് ഇക്വാളിറ്റി ബിറ്റ്വീൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻകം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് ഇക്വിലിബ്രിയം നിശ്ചയിക്കുന്നത്, നോട്ട് ദ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. അതാണ് ഒന്നാമത്തെ വിമർശനം. അടുത്തെന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂഷൻ ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ബോത്ത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ടു കെയ്ൻസ് സേവിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ ഇൻകം ദാൻ ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻകമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതലും ഈ ഇക്വിലിബ്രിയം നിശ്ചയിക്കപ്പെടുന്നത് കെയ്ൻസ് പറയുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പം പറയാവുന്ന മറ്റു കാര്യം, സിമിലർലി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റൽ, ഒരു മെഷീനറി മേടിച്ചു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നല്ലൊരു മെഷീനാണെങ്കിൽ ആൾക്കാർ കൂടുതൽ പോയി മേടിക്കും. അല്ലാതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല അതിൻ്റെ എന്ത് തീരുമാനിക്കുന്നത്, അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഓർ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ് ദാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെക്കാട്ടിലും അതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ എഫിഷ്യൻസി, ആ മെഷീൻ്റെ എഫിഷ്യൻസിയാണ് ഇത് ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ തീരുമാനിക്കുന്നതാണ് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് ക്ലാസിക്കൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമുക്കറിയാം ക്ലാസിക്കൽ തിയറി ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് എക്സസ് ആയിട്ട് ഒരു വർക്കർ പോലും എന്തില്ല, ജോലി ഇല്ലാതെ ഒരു മെഷീനറി പോലും ജോബ്ലെസ് ആയിട്ട് ഇരിക്കുന്നില്ല എന്നുള്ള കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ തിയറി വരുന്നത്. ഇനി ഇതിൽ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് അണ്ടർ ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്. പക്ഷേ ദിസ് തിയറി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. അത് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്ന കാര്യം വിശദീകരിക്കുന്നതിൽ ഈ തിയറി പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അടുത്ത വിമർശനം എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ക്യാപിറ്റലിന് ഒരു നാരോ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത്. അതായത് നാരോ കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ. അതായത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഓൺലി ഇൻക്ലൂഡ് സേവിങ് മാത്രമല്ലേ അത് ഇതിൽ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് പറയുന്നത്. പക്ഷേ ഇറ്റ് ഇഗ്നോർസ് അതർ ഫാക്ടേഴ്സ്. മറ്റ് ഫാക്ടേഴ്സും സപ്ലൈ ഓഫ് ക്യാപിറ്റലിന് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? ബാങ്ക് ക്രെഡിറ്റ്, ഡിസ്ഹോർഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ആൾക്കാർ കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, കയ്യിലുള്ള മറ്റ് സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് തിയറി എന്നാണ് പറയുന്നത്. ഒരു തീരുമാനിക്കാൻ പറ്റാത്ത ഒരു ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയാത്തൊരു തിയറിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു കെയ്ൻസ് ദിസ് തിയറി കനോട്ട് ഡിറ്റർമൈൻ ഇൻട്രസ്റ്റ് ബിക്കോസ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കാൻ ഈ തിയറി കഴിയത്തില്ല. അതിന് കാരണം കെയ്ൻസ് കാണിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ സേവിങ്. ക്ലാസിക്കൽ തിയറി പറഞ്ഞ പ്രകാരം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, സേവിങ് തീരുമാനിക്കുന്നത്. ആൾക്കാർ കൂടുതൽ സേവ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ബട്ട് വി കനോട്ട് നോ ദ വോളിയം ഓഫ് സേവിങ് അൺടിൽ വി നോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയുന്നത് വരെ നമ്മുടെ കയ്യിൽ എത്ര സേവിങ് ഉണ്ടെന്ന് അറിയത്തില്ല. അതായത് നമ്മളെന്ന് ഉദ്ദേശിച്ചത് ആൾക്കാർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോഴേ ഇത്രയും സേവിങ് അവരുടെ കയ്യിലുണ്ടാകുന്ന പബ്ലിക്കിന് അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഓക്കെ, ഇനി ബിക്കോസ് വോളിയം ഓഫ് സേവിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ഇൻകം. അതായത് സേവിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്? സൈസ് ഓഫ് ഇൻകത്തിനെയാണ്. അവർ ഇൻകം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സേവ് ചെയ്യുന്നു, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്ര വരുമാനം കിട്ടുന്നു എന്ന് നമുക്കറിയില്ല. അടുത്ത വിമർശനം എന്ന് പറയുന്നത് ആൾക്കാരുടെ കൺസംഷൻ. ആൾക്കാർ മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആ കൺസംഷൻ ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പം ഇറ്റ് ഇഗ്നോർസ് ബോറോയിങ് ഫോർ കൺസംഷൻ. അതായത് ആൾക്കാർ പണമെടുത്ത് കൺസംഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ റോങ് അസംഷൻ ദാറ്റ് മണി ഈസ് ഡിമാൻഡഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പണം ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്, ആൻഡ് നോട്ട് ഫോർ ദ കൺസംഷൻ പർപ്പസ്. കൺസംഷൻ പർപ്പസിന് വേണ്ടി ആരും പണം ഉപയോഗിക്കുന്നില്ല എന്നുള്ള റോങ് അസംഷൻ ആണ് എന്നാണ് പറയുന്നത്. ദ തിയറി ഇഗ്നോർസ് കൺസംഷൻ ഓൺ ലോൺസ്. അതായത് ആൾക്കാർ ലോൺ എടുത്ത് പണം ചിലവാക്കുന്നത് ഒക്കെ ഇതിൽ ഇഗ്നോർ ചെയ്യുകയാണ്. അടുത്തെന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ്. അതൊരു വിമർശനമാണ്. അതായത് ക്ലാസിക്കൽ തിയറി മണി ന്യൂട്രൽ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ക്ലാസിക്കൽ തിയറി അസ്യൂംസ് ദാറ്റ് മണി ഈസ് ന്യൂട്രൽ. അത് എന്ന് വെച്ചാൽ ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി. അതായത് പണത്തിന് ഉണ്ടാകുമല്ലോ ഡിമാൻഡ് സപ്ലൈയും. റിസർവ് ബാങ്ക് അടിക്കുന്ന പൈസയും ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന പൈസയും ചിലവാക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന പൈസയും ഹാവ് നോ എഫക്റ്റ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ പണത്തോടുള്ള ഡിമാൻഡിനും സപ്ലൈക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്നാണ് ക്ലാസിക്കൽ തിയറി പറഞ്ഞ തിയറി പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ട്രൂ. അത് ശരിയല്ല എന്നുള്ളത് മറ്റൊരു വിമർശനമുണ്ട്.
അടുത്ത അവസാനത്തെ വിമർശനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ദ റിവാർഡ് ഫോർ സേവിങ് ഉള്ളി. അത് സേവിങ്ങിൻ്റെ മാത്രം റിവാർഡല്ല ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കിൽ പൈസ കൊണ്ടിടുമ്പോൾ മാത്രം അതിൻ്റെ മാത്രം റിവാർഡല്ല പലിശ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, സേവിങ് എലോൺ ഡസ് നോട്ട് ഗീവ് റൈസ് ടു ഇൻട്രസ്റ്റ്. സേവിങ് മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടത്തില്ല. ഇറ്റ് ഈസ് ഏൺഡ് വെൻ ദ ക്യാഷ് മണി കെപ്റ്റ് ഇൻ ദ ഫോം ഓഫ് സേവിങ് ഈസ് പാർട്ടഡ് വിത്ത്. സേവിങ് അല്ലാതെയുള്ള മറ്റ് ചില ആക്ടിവിറ്റീസിലും എന്തുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. അതായത് നമ്മൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാതെ മറ്റ് ചില ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് നേടാം എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.